ശക്തികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. ഈ വിഷയത്തിൽ KSU അവരുടെ ജാഗരൺ മാർച്ച് നടത്തുന്നു. SFI ആണെങ്കിൽ വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു. ഇന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്കം പറഞ്ഞ നടപടി ശക്തമായ നടപടി വേണമെന്നാണ്. പക്ഷേ ഇത് താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെയല്ല. ഇത് ഓരോ സംഘടനയും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് കേരളത്തിന് ഇതിനെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നത്. പിന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉള്ളതാണല്ലോ. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഇതിലേതെല്ലാം സംഘടനകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ട് എന്ന കാര്യം. അതൊന്നും സർക്കാരിന്റെയോ എക്സൈസിന്റെയോ ഒന്നും മുമ്പിൽ വിഷയമേ അല്ല. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു. MP രാജേഷാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എക്സൈസ് മന്ത്രി അദ്ദേഹം പറയുന്നു SFI എന്നല്ല ഏത് സംഘടനയിൽപ്പെട്ടവരായാലും ശരി ഇത്തരം അനാശാസ്യകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്.